എലവഞ്ചേരി പെരിങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സംഗീതോത്സവവും പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു. ഹസ്തരേഖ ജ്യോതിശാസ്ത്ര നിപുണനും തിരുത്തേവർ പഴനി മുരുകൻ ക്ഷേത്രം ചെയർമാനുമായ ടി.ആർ. മുരുകദാസ്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ക്ഷേത്ര ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തന്നെ മാറ്റി നിർത്തിയുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ചാക്യാരൂത്ത്, പാടകം വായന, അതേമാതിരി ഓട്ടംതുള്ളൽ, വിവിധ കലാരൂപങ്ങൾ ഒടുങ്ങുന്ന ഒരുപാട് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ പരിപാടിയിലും ഈ ഭക്തജനങ്ങൾ ഇവിടെ പങ്കെടുക്കുകയും ഈ പരിപാടി ദേവയുടെ സന്നിധി ഈ തട്ടകത്തിൽ നടക്കുന്ന ഉത്സവം വളരെ ഗംഭീരമായിട്ട് നടത്തണം എന്നും ഉള്ള ഈ കമ്മിറ്റി ഇവിടെ പല ഉണ്ടെങ്കിലും ഇവിടുത്തെ ഒരു കമ്മിറ്റി പ്രത്യേകിച്ചിട്ട് ഒരുപാട് നല്ല ഒരു ക്ഷേത്ര ധർമ്മങ്ങളും ആചാരങ്ങളും ഊട്ടിയുറപ്പിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. മൃദംഗ വിദ്വാൻ കുഴൽമന്നം രാമകൃഷ്ണൻ വിശിഷ്ട സാന്നിധ്യം വഹിച്ചു. പെരിങ്ങോട്ടുകാവിലമ്മ എൻ്റെ കുലദേവതയാണ്. എൻ്റെ എല്ലാ ഉന്നമനത്തിനും കാരണം ഈ അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. അത് സത്യവുമാണ്. ഇവിടെ സംഗീതോത്സവത്തിൻ്റെ ഉദ്ഘാടകനായി ഞാനും കൂടി എത്തിയപ്പോൾ മുരുകദാസ്കുട്ടിയും കൂടിയുണ്ട്. അപ്പോൾ മാനേജർ ഇവരൊക്കെ ഒരു ഭക്തി കൊണ്ടുള്ള ഒരു ഉത്സവമാണിത്. ഈ ഉത്സവത്തിൽ ഞാനും കൂടെ പങ്കുചേർന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ എത്തുന്ന കലാകാരന്മാർക്ക് എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഗീതാധ്യാപകൻ സുരേഷിന്റെ നേതൃത്വത്തിൽ 30-ൽ പരം സംഗീതജ്ഞർ പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ പങ്കെടുത്തു. വയലിൻ, മൃദംഗം, പുല്ലാങ്കുഴൽ, കച്ചേരി എന്നിവ സംഗീത വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വെച്ച് ടി.ആർ. മുരുകദാസ്കുട്ടി ഉത്സവ കമ്മിറ്റിക്ക് ദ്രവ്യങ്ങളോടുകൂടിയ തട്ടും പൊൻപണവും നൽകി. ക്ഷേത്ര മാനേജർ ജയദേവൻ രാജ ഏറ്റുവാങ്ങി. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് അജയൻ, സെക്രട്ടറി പ്രമോദ്, എക്സിക്യൂട്ടീവ് മെമ്പർ ശങ്കരൻ, അച്യുതൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ത്യാഗരാജ സംഗീത വിദ്യാലയം അധ്യാപകൻ ഗുഹൻ ഗുരുക്കളെ ആദരിക്കുകയും ചെയ്തു. ശങ്കരനാരായണ ഭാഗവതരുടെ സ്മരണാർത്ഥം മക്കളായ രാധാകൃഷ്ണൻ, മഹാലിംഗം എന്നിവർ സംഗീതോത്സവം സമർപ്പണം ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.